ഹായ് ഓൾ, വെൽക്കം ടു അനദർ സെഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മളുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ബേസ് ചെയ്തിട്ട് കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, പിന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ നീഡ്, അതായത് ഒരു ഡെവലപ്പിംഗ് പ്രോസസ്സിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എത്രത്തോളം ക്രൂഷ്യലായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. എന്തിനാണ് ടെസ്റ്റിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ മോഡ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു, മാനുവൽ, ഓട്ടോമേഷൻ. മാനുവൽ ടെസ്റ്റിങ്ങും ഓട്ടോമേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇപ്പോൾ മാനുവൽ ഓട്ടോമേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവർ ഓട്ടോമേഷൻ മാനുവലിന് കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തായിരുന്നു അത് ബെനിഫിറ്റ്സ്? പിന്നെ ഓട്ടോമേഷൻ വെൻ കമ്പയർ ടു മാനുവൽ, അവിടെയും എന്താണ് കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു, അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെങ്ങനെയാണ് ടെസ്റ്റ് കേസ് ബിൽഡ് ചെയ്യുന്നത്, അല്ലേ. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഒബ്ജക്റ്റിന്, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയായിരുന്നു ഒരു ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യായിരുന്നു ചെയ്തത്, അല്ലേ. നമ്മൾ ആ ഒരു ടെസ്റ്റ് ഒബ്ജക്റ്റിന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മറുപടിയാണ് ആ ഒരു ടെസ്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആ ഒരു ടെസ്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മളതിനെ ഒരു ബഗ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ അതുപോലുള്ളൊരു ബഗ് ഡിഫക്റ്റിനെ ഒക്കെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ, അല്ല. പിന്നെ ടെസ്റ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതായത് ഒരു ടെസ്റ്ററിൻ്റെ ഗോൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലുള്ള ഡിഫക്ട്സ്, ബഗ് ഒക്കെ കണ്ടെത്തുക എന്ന് മാത്രമല്ല, അത് എത്രയും വേഗത്തിൽ കണ്ടെത്തുക, കൂടാതെ അത് കണ്ടെത്തി അത് ഒരാൾക്കത്, ആരാണോ അത് ഫിക്സ് ചെയ്യേണ്ട അവർക്ക് അത് എത്തിക്കുക, പിന്നെ അത് ഫിക്സ് ചെയ്തോ എന്ന് ഉറപ്പ് വരുത്തുക. ഇതൊക്കെയായിരുന്നു അത്. പിന്നെ വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻഷൻ കൂടി എന്താണ് എടുക്കുന്നുണ്ടല്ലേ, അത് ഇനി ഭാവിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മെയിൻ്റനൻസും കൂടി ഒരു ടെസ്റ്റർ ചെയ്യണം. സോ ഇതൊക്കെയായിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്വാളിറ്റി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ക്വാളിറ്റി, ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ ക്വാളിറ്റി എന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ഒരു കസ്റ്റമറിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ല. ഒരു കസ്റ്റമർ എങ്ങനെയാണോ ആ പ്രോഡക്റ്റിനെ നോക്കിക്കാണുന്നത്, കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമർ കൺസിഡർ ദാറ്റ് പ്രോഡക്റ്റ് ആസ് എ ക്വാളിറ്റി പ്രോഡക്റ്റ്, അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കസ്റ്റമർ പെർസ്പെക്റ്റീവിലാണ്, അല്ലേ. കസ്റ്റമറാണ് ക്വാളിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ കണ്ണിലാണ് ക്വാളിറ്റി നമ്മൾ കാണുന്നത്. അപ്പം അവരുടെ പ്രോഡക്റ്റിൽ ഈ ഒരു ക്വാളിറ്റി ഏത് രീതിയിലാണ് കസ്റ്റമർ കാണുന്നുണ്ടാവുക. ഒന്ന്, ആ ഒരു പ്രോഡക്റ്റിൽ ഒരു ഡിഫക്റ്റും ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ യെസ് എന്നായിരിക്കണം മറുപടി, അല്ല. നമ്മളൊരു ടെസ്റ്റ് കേസ്, നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ല, ടെസ്റ്റ് കേസിലൂടെ. സോ അതുപോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, യെസ് എന്നായിരിക്കണം. അല്ലാതെ അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് മറുപടി അല്ല കിട്ടിയതെങ്കിൽ എന്താണ്, അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലല്ല, അല്ലെങ്കിൽ ഡിഫക്റ്റ് ആണെന്ന് പറയും. സോ ആ ഒരു ഡിഫക്റ്റ് ഉണ്ടാവാനും പാടില്ല. പിന്നെന്താണ്, ഒബ്വിയസ്ലി എന്തെങ്കിലും അതിൻ്റെ മുകളിൽ ബോണസായിട്ട് എന്തെങ്കിലും യൂസർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്. അപ്പം എക്സാക്ട്ലി എന്താണ്, കസ്റ്റമറിൻ്റെ ഓവർ എക്സ്പെക്റ്റേഷൻസും മീറ്റ് ചെയ്യണം, അല്ലേ. അപ്പോൾ എന്താണ്, അങ്ങനെയുള്ള എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കസ്റ്റമറിൻ്റെ കണ്ണിലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഡിഫക്റ്റ് ഫ്രീ ആയിരിക്കാൻ വേണം, ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഓൾ ദ കസ്റ്റമർ നീഡ്സ്. അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. ഇനി ഇതേ ഒരു ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റണം, അല്ലേ. ഫസ്റ്റ് ഗോയിൽ മാത്രം നമുക്ക് ക്വാളിറ്റി കണ്ടെത്തിയിട്ട് കാര്യമില്ല, ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഫുള്ളി എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ഒരു ഗ്രോത്ത് ഉണ്ടാവും, അവരുടെ റെപ്യൂട്ടേഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
കോമ്പറ്റീഷൻ എന്താണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. സോ എല്ലാ രീതിയിലും നമുക്ക് എന്താണ് ഒരു ഗെയിനിങ് ആണ് നടക്കുന്നത് അല്ലേ, നമുക്കൊന്നും നഷ്ടമാവുന്നില്ല ക്വാളിറ്റി കൊണ്ട്. അതുപോലെ തന്നെ പല ചോദ്യങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ്. നമ്മൾക്കൊരു ചോദ്യം ചിഹ്നമായിട്ടല്ല ക്വാളിറ്റി വരുന്നത്, ഒരു പ്രോബ്ലം ആയിട്ടല്ല വരുന്നത്. ഇറ്റ്സ് എ സൊല്യൂഷൻ ടു എവറിത്തിങ്. സോ അതൊക്കെയായിരുന്നു കഴിഞ്ഞ സെഷനിൽ എടുത്തിരുന്നത്. പിന്നെ ക്വാളിറ്റി പേഴ്സ്പെക്റ്റീവ്സും എടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് 5 ക്വാളിറ്റി പേഴ്സ്പെക്റ്റീവ്സ്: ട്രാൻസിഡൻറ്റ്, പ്രോഡക്റ്റ് ബേസ്ഡ്, യൂസർ ബേസ്ഡ്, പിന്നെ മാനുഫാക്ചറിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബേസ്ഡ്, പിന്നെ വാല്യൂ ബേസ്ഡ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ ആ ഒരു ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജും ആ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് കസ്റ്റമറിൽ എത്തി അതിൻ്റെ ഇങ്ങനെ കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പീരീഡ്, അത് കഴിഞ്ഞ് ആ ഒരു പ്രോഡക്റ്റ് ഡെഡ് എൻഡ് എത്തുമല്ലോ, അത് ഡിസ്ട്രക്ഷൻ വരുന്ന ആ ഒരു സിറ്റുവേഷൻ, അതുവരെയുള്ളത് എന്താണ് ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളായിട്ട് പറയാം അല്ലേ. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ എന്തൊക്കെ ഒരു കോസ്റ്റ് വരും, എന്തൊക്കെ എക്സ്പെൻസസ് വരും, അപ്പോൾ അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആ ഒരു പ്രോഡക്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന, പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എക്സ്പെൻസ് ആണ് എന്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്താണ് കമ്പോണൻസ് കൂടി ചേർന്നതാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്ന് പറയും. അതാണ് RTF കോസ്റ്റും ക്വാളിറ്റി കോസ്റ്റും. RTF കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ദ ഫസ്റ്റ് ടൈം കോസ്റ്റ്. റൈറ്റ് ദ ഫസ്റ്റ് ടൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉണ്ടാവും അല്ലേ. അതായത് എന്താണ്, ഇപ്പം എനിക്ക് ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം, ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യണം. സോ ആ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ഞാൻ എന്ത് ചെയ്യണം, അത് ബിൽഡ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കണം അല്ലേ. ഇപ്പം ഞാൻ ഒരു വീട് പണിയാണ്, അപ്പം വീട് പണിയണമെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ ആ വീട്ടിൽ വേണം, ഇത്ര റൂം വേണം, ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്, എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നൊക്കെ ഞാൻ ഒരു റിക്വയർമെൻറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് വേണം ആ ഒരു എൻജിനീയർക്ക് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഒരു ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഒക്കെ അല്ലേ. സോ അവിടെ ഞാൻ ആസ് എ കസ്റ്റമറാണ് ആദ്യത്തെ ഒരു റോള് പ്ലേ ചെയ്യുന്നത് അല്ലേ. ഞാൻ അങ്ങോട്ടേക്ക് ഡിമാൻഡ് ചെയ്യുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വേണം. സോ അവിടെ തൊട്ട് ആ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ തുടങ്ങുകയാണ്. സോ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, അവിടെ നിന്ന് തൊട്ട് വരുന്ന എക്സ്പെൻസ് എന്തൊക്കെ ഉണ്ടാവാം. ഒന്ന്, നമ്മൾ ആ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലേ. ഇപ്പോൾ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റൊക്കെ ആണെങ്കിൽ അതിന് വേണ്ട റോ മെറ്റീരിയൽസ്, പിന്നെ അതിന് വേണ്ട എന്തെങ്കിലും എക്സ്ട്രാ വരുന്ന ടൂൾസോ കാര്യങ്ങൾ ടെക്നോളജിയോ അതൊക്കെ, പിന്നെ അത് ആ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ അല്ല, ലേബേഴ്സ്. ഇപ്പം വീട് നിർമ്മിക്കുകയാണെങ്കിൽ എൻജിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ്, പിന്നെ പണിയുന്ന ആൾക്കാർ, ലേബേഴ്സ്, ഇവരൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവർക്കൊക്കെ നമ്മളൊരു റെമ്യൂണറേഷൻ കൊടുക്കണം അല്ല. സോ അതിന് വരുന്ന ഒരു എക്സ്പെൻസ്. പിന്നെ എന്തെങ്കിലും ഇപ്പം റിസ്ക് എലമെൻറ്റ്സ്, ഇനി നമ്മൾ ആദ്യം തന്നെ ഏർലി ടെസ്റ്റിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി എന്തെങ്കിലും ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോസ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ എടുത്തു വയ്ക്കുക അല്ലേ. ഭാവിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ നമുക്കതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കണം. സോ അതുപോലെ ബാക്കപ്പ് പ്ലാൻസ് ആദ്യമേ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ചിലവും ആദ്യം തന്നെ ഉണ്ടാവും അല്ലേ. സോ അങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസാണ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള ഒരു എക്സ്പെൻസ്. ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് തുടക്കത്തിലുള്ള കോസ്റ്റിനെയാണ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കമ്പോണൻ്റായ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറയും. ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഒന്നുകിൽ ഉണ്ടായി വരുന്ന പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ യൂസർ
യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആവാം. ആ ഒരു പ്രോഡക്റ്റിൽ നമ്മൾ ക്വാളിറ്റീനെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ക്വാളിറ്റീനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, ക്വാളിറ്റീനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്താണ് കുറച്ച് എക്സ്പെൻസ് വരും. അതിനെയാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞ ഫാക്ടറായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെ വരാം? ഇപ്പോൾ എന്താണ്, ഇപ്പോൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ ഒരു ക്വാളിറ്റി മെയിൻ്റനൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റിൽ തന്നെ എന്താണ് ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. ഇനി ആ പ്രോഡക്റ്റ് കസ്റ്റമറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം അവിടെയൊക്കെ എന്താണ് ക്വാളിറ്റി അഷ്വർ ചെയ്യുക ചെയ്യുന്നത്, അല്ലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അത് വരുത്തുകയാണ്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് വരുന്നുണ്ട്. സോ അതാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കോസ്റ്റ്. ഇനി ഇത് തന്നെ നമുക്ക് 3 ടൈം ലൈനിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി. അതായത് പ്രോഡക്റ്റ് ബിൽഡിന് മുന്നേ പ്രീ ഡെവലപ്മെൻറ്റ് ഫേസ്, നമ്മളെ വെരിഫിക്കേഷനൊക്കെ നടക്കുന്ന ഫേസ്. ഇനി പോസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസ്, അതായത് ബിൽഡ് ചെയ്തതിന് ശേഷം, അതായത് കസ്റ്റമറിൽ എത്തിയിട്ടില്ല പ്രോഡക്റ്റ്, അതിന് മുന്നേ ഡെവലപ്പിംഗ് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന ആ ഒരു ഘട്ടം, അത് എന്താണ് പോസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസ് ആയിട്ട് പറയും. ഇനി എന്താണ് മൂന്നാമത്തെ ഒരു ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് കസ്റ്റമറിൽ എത്തിയിട്ടുള്ള ലൈഫ്. അപ്പോൾ ഈ ഒരു 3 ടൈം ലൈൻ എടുക്കുകയാണെങ്കിൽ 3 ടൈം ലൈനിലും ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് വരുന്നുണ്ടല്ലേ. ആദ്യത്തെ ടൈം ലൈൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് കസ്റ്റമർ പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ വരാനിരിക്കുന്ന ഡിഫക്ട്സിനെ പ്രിഡിക്റ്റ് ചെയ്ത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വഴികൾ കണ്ടെത്തണം അല്ലേ. പ്രിവെൻറ്റ് ചെയ്യേണ്ട മെഷേഴ്സ് എടുക്കണം. സോ അതിനെന്താണ് ഇപ്പം നമ്മൾ എക്സ്റ്റേണൽ എന്തെങ്കിലും ടൂൾസോ എന്തെങ്കിലും കാര്യങ്ങളോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വരും അല്ലേ. അപ്പോൾ ഇപ്പം ഒന്നുകിൽ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ വേണ്ടി വരും, ഇനി എന്തെങ്കിലും ടെക്നോളജി വേണ്ടി വരും, ടൂള് വേണ്ടി വരും. സോ അതിനൊക്കെയുള്ള കോസ്റ്റാണ് എന്ത് പ്രിവെൻഷൻ കോസ്റ്റ്. സോ ഈ കോസ്റ്റ് ഓഫ് ക്വാളിറ്റിനെ തന്നെ 3 പറയുന്നുണ്ട്. 3 ടൈം ലൈൻ ആയിട്ട് പറയുമ്പോൾ 3 കമ്പോണൻസ് ആയിട്ട് അതിനെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം കോസ്റ്റ് ഓഫ് ക്വാളിറ്റീനെ. അതാണ് പ്രിവെൻഷൻ കോസ്റ്റ്, അപ്രൈസൽ കോസ്റ്റ് ആൻഡ് ഫെയിലിയർ കോസ്റ്റ്. ഓക്കെ, പ്രിവെൻഷൻ കോസ്റ്റ്, അപ്രൈസൽ കോസ്റ്റ്, ഫെയിലിയർ കോസ്റ്റ്. സോ പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് ഭാവിയിലേക്ക് ഇനി ഉണ്ടാവാൻ പോകുന്ന ഡിഫക്ട്സിനെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യും. അതെവിടെയാണ് നടക്കുന്നത്? വെരിഫിക്കേഷനിലാണ് അല്ലേ. പ്രോഡക്റ്റ് ബിൽഡിന് മുന്നേ നടക്കുന്നത്, അതായത് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള മെക്കാനിസംസ് ആയിരിക്കും എവിടെ നടക്കുന്നത്? വെരിഫിക്കേഷനിൽ. സോ വെരിഫിക്കേഷനിൽ വരുന്ന എക്സ്പെൻസ് ആണ് എന്ത് പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ടു മിനിമൈസ് ഡിഫക്ട്സ് ബിഫോർ ദേ ഹാപ്പൻ, ദസ് റെഡ്യൂസിങ് ദ ഫ്യൂച്ചർ കോസ്റ്റ് അല്ല. ഇനി അഥവാ ആ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വേറെ വേണ്ടി വരും. സോ അതിനേക്കാൾ നല്ലത് എന്താ, ആ ഡിഫക്റ്റ് വരാതെ നോക്കുക എന്നുള്ളത്. സോ വരാതെ നോക്കാനും എന്താണ് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അവിടെ എന്താ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ആ ഒരു പ്ലാനിങ്ങിനും ഇവാലുവേഷൻസും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് വരുന്നുണ്ട്. സോ അതാണ് പ്രിവെൻഷൻ കോസ്റ്റ്. അതിൻ്റെ എന്തൊക്കെ നമുക്ക് പ്രിവെൻഷൻ കോസ്റ്റിൽ പറയാം? ഒന്ന്, ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ല, എങ്ങനെ ഈ ഒരു ഡിഫക്റ്റിനെ കണ്ടെത്തണം. കാരണം വരാനിരിക്കുന്ന ഡിഫക്റ്റിനെ നമ്മൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള ഡിഫക്ട്സിനെ കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ ഡിഫക്ട്സിനെ പ്രെഡിക്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. സോ അതിന് അറിവുണ്ടാവണമെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ്, നമുക്ക് അതിനുള്ള ഒരു ഐഡിയ, ഒരു നോളജ് ഉണ്ടായിരിക്കണം. സോ നോളജ് ബിൽഡ് ചെയ്യണം. ഒരു ടീമിൽ ഇതുപോലുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു എംപ്ലോയീസിന് ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് പോകണം. സോ അതിനുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇപ്പം മെക്കാനിസംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഈ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ആ
ക്രിയേറ്റ് ചെയ്തത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് പ്രോപ്പർ ഒരു എക്സ്പെൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അതാണ് വേറൊരു ക്രൈറ്റീരിയ. പിന്നെന്താണ്, ഇനി എന്തെങ്കിലും റിസ്ക് എലമെൻറ്റ്സ് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ഇടയിൽ, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഡിഫക്ട്സിനെ തന്നെ ഭാവിയിൽ ഇനി അങ്ങോട്ടേക്ക് എന്താണ് അത് ഒരിക്കലും ഇനി അങ്ങോട്ടേക്ക് വരാത്ത രീതിയിൽ ഫ്യൂച്ചർ പ്ലാനിങ്ങും കൂടി ഉണ്ടായിരിക്കണം അല്ലേ. പ്രോഡക്റ്റ് ബിൽഡിന് ശേഷം മാത്രമല്ല, അത് ഇനി അങ്ങോട്ടേക്ക് റിയൽ വേൾഡിൽ യൂസ് ചെയ്യുന്ന സമയത്തും അതിനെ കൺട്രോൾ ചെയ്യണം. അതിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെത്തേഡ്സ് ബിൽഡ് ചെയ്യും. സോ അതിനും എന്താണ് ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് വരുന്നുണ്ട്. സോ ഇതൊക്കെ കൂടിയിട്ടാണ് എന്ത് ഒരു പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് അപ്രൈസൽ കോസ്റ്റ്. അപ്രൈസൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടൈം ലൈനാണ്, അതായത് പോസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസ്. അതായത് നമ്മൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ കസ്റ്റമർക്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അതിന് മുന്നേ വരുന്ന ആ ഒരു ടൈം ലൈൻ. അപ്പോൾ എന്താണ്, പ്രോഡക്റ്റ് ആസ് എ ഹോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ പ്രോഡക്റ്റിനെ തന്നെ വിലയിരുത്തേണ്ടി വരും. പ്രോഡക്റ്റ് കറക്റ്റ് കസ്റ്റമർ എക്സെപ്റ്റ് ചെയ്ത വിധത്തിലാണോ എന്നൊന്ന് റീചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ. സോ ആ ഒരു ക്വാളിറ്റി ചെക്കിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സോ ഓൾറെഡി എന്താണ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡിഫക്ട്സ്, മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡിഫക്ട്സ് ഈ പ്രോഡക്റ്റിൽ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഡിഫക്ട്സിനെ കണ്ടെത്തുകയാണ് വേണ്ടത്. ഇവിടെ പ്രെഡിക്ഷൻ അല്ല, ഇവിടെ ഡിറ്റക്ഷനാണ്. ഓൾറെഡി ഉള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയോ ചെയ്യുന്നത്. സോ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം, ആ ഡിഫക്റ്റിനെ ഒഴിവാക്കണം. സോ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി എന്താണ് വലിയൊരു പ്രോസസ്സായിരിക്കും. സോ എന്താണ് അതിനനുസരിച്ചിട്ട് കോസ്റ്റ് കൂടും. സോ ആ ഒരു എന്താണ് പ്രോസസ്സിൽ വരുന്ന എക്സ്പെൻസാണ് എന്ത് അപ്രൈസൽ കോസ്റ്റ്. സോ അവിടെയാണ് ഈ ഒരു ടൈം ലൈനിലാണ് പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് നമുക്ക് വരുന്നത്. ഓക്കെ, പ്രോഡക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത് ഈ ഒരു ടൈം ലൈനിലായിരിക്കും. ഏതിൽ, പോസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസിൽ. അവിടെ എന്തൊക്കെ വരാം, നമ്മൾ ആ പ്രോഡക്റ്റിനെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് വരാം. പിന്നെ ആ പ്രോഡക്റ്റിനെ തന്നെയുള്ള എക്സ്പെൻസ് വരാം. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ എന്താണ് ആ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. സോ പ്രോഡക്റ്റ് ഉണ്ടാക്കി വന്ന ഒരു പ്രോഡക്റ്റിനെ മേ ബി വേറൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യണമെങ്കിൽ ഇത്രയൊരു പെയ്ഡാണ് എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പെൻസ് ഉണ്ടാവും. പിന്നെ ഈ ഒരു ടെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിലയിരുത്തണം അല്ലേ, മൊത്തത്തിൽ നമ്മുടെ ടെസ്റ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് നടന്നോ, വാലിഡേറ്റ് ചെയ്യണം എത്രത്തോളം നമുക്ക് ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതിനെന്താണ് ക്വാളിറ്റി ഓഡിറ്റ്സ് നടത്തണം അല്ലെ, ഒരു മീറ്റിംഗ് റിവ്യൂ ഒക്കെ നടത്തേണ്ടി വരും. സോ അതിനാണ് അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് അവിടെയും വരുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്ന ടൂൾസ്, ഇപ്പോൾ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസ്, ടെക്നോളജി, അതൊക്കെ എന്താണ് അപ്രൈസൽ കോസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിഫൈസ് ഡിഫക്ട്സ് ഏർലി ആൻഡ് എൻഷുർ ദ പ്രോഡക്റ്റ് മീറ്റ്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പിംഗ് ടു റെഡ്യൂസ് ഫെയിലിയർ കോസ്റ്റ്. ഓക്കെ, അതായത് ഇനി വരുന്ന അടുത്ത ഫെയിലിയർ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്രൈസൽ കോസ്റ്റ് ആ ഒരു എക്സ്പെൻസ് വരുന്നത്. ഇതിന് മുന്നേ ഉള്ള പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അപ്രൈസൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അപ്രൈസൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫെയിലിയർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഫെയിലിയർ കോസ്റ്റ് എന്തായിരിക്കും, ഫെയിലിയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് പ്രോഡക്റ്റ് ഈസ് അവൈലബിൾ ഫോർ ദ കസ്റ്റമർ, അല്ലെ പ്രോഡക്റ്റ് ഈസ് ഇൻ ദ റിയൽ വേൾഡ്. അപ്പോൾ റിയൽ വേൾഡിൽ എത്തിക്കഴിഞ്ഞാൽ എന്താവും, റിയൽ വേൾഡിൽ പല കസ്റ്റമേഴ്സ് അത് യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോഴായിരിക്കും അതിന് പല ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഫക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ, നോർമൽ യൂസേഴ്സിന് കിട്ടുന്നത്. കാരണം നോർമൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ വൈഡാണ്, അവരുടെ പേഴ്സ്പെക്റ്റീവ്സും വൈഡായിരിക്കും, പലർക്കും പല ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളത് ആ ഒരു ഡിഫിക്കൽട്ടീസിനെയാണ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഒരു ഡിഫക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ അതിന് ഫെയിലിയർ എന്നാണ് പറയുന്നത്. കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ ഫെയിലിയർ എന്ന് പറയും. സോ അതുപോലൊരു ഫെയിലിയർ കിട്ടിക്കഴിഞ്ഞാൽ, ഫെയിലിയർ ഉണ്ടായാൽ
എന്താവും, ആ ഫെയിലറിനെ ഒഴിവാക്കണം അല്ലേ. ഉണ്ടായ ഫെയിലറിനെ നമുക്ക് ഒന്ന് മാനേജ് ചെയ്യണം. സോ അതിന് വേണ്ട ഒരു എക്സ്പെൻസാണ് എന്ത്, ഫെയിലർ കോസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ തന്നെ എന്താണ്, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്, എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫെയിലറിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പലതും ഉണ്ടാവും. ഇപ്പോൾ എന്താണ്, നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ചില പ്രോഡക്റ്റിനൊക്കെ വാറണ്ടി ഇതൊക്കെ ക്ലെയിമിംഗ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് അവർ തന്നെ പറയാണ് 2 ഇയർ വാറണ്ടി പ്രോഡക്റ്റിനുണ്ട്. അതിനർത്ഥം എന്താണ്, 2 വർഷം ഇതിന് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഉറപ്പ് തരികയാണ്. അഥവാ ഈ ഒരു വാറണ്ടി തെറ്റി ഈ ഒരു പ്രോഡക്റ്റിന് 2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരാൻ കമ്പനി ബാധ്യസ്ഥനാണ്. അപ്പോൾ അതാണ് ഒരു വാറണ്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ആ ഒരു വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം 2 വർഷത്തെ ഒരു വാറണ്ടി ഉള്ള പ്രോഡക്റ്റ്, അതിനുള്ളിൽ നമുക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടും അല്ലേ, നമുക്ക് ആ ഒരു വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന, അതായത് നമുക്ക് നമ്മൾ ആ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡാമേജ് കണ്ടെത്തുമ്പോഴാണ്, അല്ല നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഡാമേജ് വരുമ്പോഴാണ്. സോ അന്നേരം എന്താണ്, വാറണ്ടി ഇഷ്യൂസ് ഉണ്ടാവാം. പിന്നെ റിട്ടേൺ, ഇപ്പം തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പം വരുന്ന എക്സ്പെൻസ് ഉണ്ടാവാം. പിന്നെ അതിൽ റിപ്പയറിങ് ഒക്കെ വരുന്ന ആ ഒരു പ്രോഡക്റ്റിൽ ഇനിയിപ്പം അത് വീണ്ടും റീയൂസ് ചെയ്യണം, അത് മാറ്റിയിട്ട് യൂസർക്ക് കൊടുക്കണം. സോ അങ്ങനെ ആകുമ്പോൾ റിപ്പയറിങ്ങിന് വരുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടാവും. ഇനി അത് റിപ്പയർ ചെയ്യുന്നില്ല, അത് വേസ്റ്റായി, അതായത് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് വേസ്റ്റേജ്, അപ്പോൾ ആ വേസ്റ്റേജിന് വരുന്ന എക്സ്പെൻസ് ഉണ്ടാവും. അല്ലെ നഷ്ടം, ആ ഒരു നഷ്ടം, അതിൻ്റെ ആ ഒരു എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ, പ്രോഡക്റ്റ് കൊണ്ടുണ്ടായൊരു നഷ്ടം. സോ ഇതൊക്കെയാണ് എന്ത്, ഫെയിലിയർ കോസ്റ്റിൽ വരുന്നത്. ഇനി അവിടെ തന്നെ രണ്ട് സിറ്റുവേഷൻസ് എടുത്തു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവിടെ കസ്റ്റമറിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സോഫ്റ്റ്വെയർ കമ്പനീസ് എന്ന് തന്നെ പറയാം. എ ബിക്ക് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം എ ബിക്ക്. സോ എ എന്ന് പറയുന്നതാണ് ഇവിടെ ഡെവലപ്പിംഗ് കമ്പനി, മറ്റേത് കസ്റ്റമേഴ്സാണ്. അപ്പം എ എന്ന് പറയുന്ന ഡെവലപ്പർ കസ്റ്റമർ എന്ന് പറയാം. സോ ഡെവലപ്പർ എന്ത് ചെയ്യും, ഈ ഒരു ലാസ്റ്റ് ഡേ, ഇപ്പം നാളെയാണ് ഡിപ്ലോയ്മെൻ്റ് എന്ന് വിചാരിക്കുക, ജസ്റ്റ് ഇമാജിൻ നാളെയാണ് ഡിപ്ലോയ്മെൻ്റ് എന്ന് വിചാരിക്കുക. സോ എ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യും, ബി എന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ഇൻവൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബി എന്നുള്ള ആരെങ്കിലും ഒരു കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും, എൻ്റെ എൻവിറോൺമെൻറ്റിൽ തന്നെ ഒരു ടെസ്റ്റിംഗ് നടത്തും. അതായത് ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റിൽ തന്നെ ആ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ മുന്നിൽ നിന്ന് ടെസ്റ്റ് ചെയ്യും. അതായത് കസ്റ്റമറും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ആയിരിക്കും. എന്നിട്ട് കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക്സ് കളക്ട് ചെയ്യും. സോ എന്തൊക്കെ മാറ്റം നിങ്ങൾക്ക് തരാനുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് തോന്നുന്നു, ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കസ്റ്റമറിൽ നിന്ന് അവസാനമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കും. ആ ഒരു ടെസ്റ്റിങ്ങിനെയാണ് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കസ്റ്റമറാണ് ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം കസ്റ്റമർ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റിംഗ് ആകുമ്പോൾ നമ്മൾ കസ്റ്റമറിനെ ആയിരിക്കുമല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അവരായിരിക്കും അതിനെ നോക്കിക്കാണുന്ന ആ ആപ്ലിക്കേഷന്. സോ കസ്റ്റമർ ടെസ്റ്റ് ദ ആപ്ലിക്കേഷൻ അറ്റ് ഡെവലപ്പർ സൈറ്റ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ടെസ്റ്റർ. ഒരു ടെസ്റ്ററിൻ്റെ പ്രസൻസ് കൊണ്ടായിരിക്കില്ല, അവിടെ കസ്റ്റമർ തന്നെയാണ് ഒരു ടെസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. മേ ബി ദേ ക്യാൻ ഗെറ്റ് എ ഹെൽപ്പ് ഫ്രം എ ടെസ്റ്റർ. സിറ്റുവേഷൻസ് വേണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ടെസ്റ്ററിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ ടെസ്റ്ററിനെ അവിടെ കൊണ്ടുവരും, അല്ലെങ്കിൽ കസ്റ്റമർ തന്നെയാണ് അവിടെ ടെസ്റ്റർ. ബട്ട് എന്താണ്, ഏത് എൻവിറോൺമെൻറ്റിലാണ്, ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റിലാണ്. ആ പ്രോഡക്റ്റ് എവിടെ ഡെവലപ്പ് ചെയ്തോ അവിടെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എവിടെ, ആൽഫ ടെസ്റ്റിങ്ങിൽ. സോ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, കുറച്ച് തെറ്റുകൾ, ഇതുപോലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ വരാം അല്ലേ. അതുപോലുള്ള കാര്യങ്ങളെയാണ് ഫെയിലേഴ്സ് എന്ന് പറയുന്നത്.
കാരണം അത് കസ്റ്റമറാണ് കണ്ടെത്തുന്നത്. സോ അത് കസ്റ്റമറിൻ്റെ പെർസ്പെക്റ്റീവിൽ അതിനെ ഫെയിലർ എന്നാണ് പറയുക. സോ അതുപോലുള്ള ഫെയിലേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന എക്സ്പെൻസ് അല്ലേ, അതിലെന്താണ്, റീവർക്ക് ചെയ്യണം. പിന്നെന്താണ്, അഥവാ എന്തെങ്കിലും ഡിഫക്റ്റീവായിട്ട് ഇനി അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെ ആണെങ്കിൽ അതിനെ സ്ക്രാപ്പായി വേസ്റ്റായിട്ട് മാറ്റുന്ന ആ ഒരു എക്സ്പെൻസ്. പിന്നെ ടൈം ഇഷ്യൂസ് അല്ലേ, എന്തെങ്കിലും ഇപ്പം ടൈമിന് കൊടുക്കേണ്ട എന്തെങ്കിലും ക്വാളിറ്റി പരമായിട്ട് നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് മെഷേഴ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ്. സോ ഇതൊക്കെ എന്താണ്, ആൽഫ ടെസ്റ്റിങ്ങിൽ വരുന്ന ഫെയിലേഴ്സിനെ ഡീൽ ചെയ്യുന്ന കോസ്റ്റ്. അപ്പോൾ ബീറ്റ ടെസ്റ്റിംഗ് എന്തായിരിക്കും, അതായത് ഈ എ എന്ന് പറയുന്ന കമ്പനി ആൽഫ ടെസ്റ്റിംഗ് നടത്തി, ബി എന്ന ഒരു റെപ്രസെൻറ്റേറ്റീവിനെ കൊണ്ടുവന്ന് അവിടെ ആൽഫ ടെസ്റ്റിംഗ് നടത്തി ഇൻ ദ എൻവിറോൺമെൻറ്റ് ഓഫ് എ, ലെറ്റ് ദ എൻവിറോൺമെൻറ്റ് ഓഫ് എ. ഇനി ആൽഫ ടെസ്റ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം ബിക്ക് ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ ബിക്ക് ഡിപ്ലോയ് ചെയ്താൽ ബി അത് ഉടനെ തന്നെ റിയൽ വേൾഡ് യൂസിന് എടുക്കുമോ? ഇല്ല. അവിടെ ബിക്ക് ഒരു ഇനീഷ്യൽ ലെവൽ ഓഫ് ടെസ്റ്റിംഗ് വരും. അതായത് ബി എന്ത് ചെയ്യും, അവരുടെ എൻവിറോൺമെൻറ്റിൽ അതൊന്ന് ഇനീഷ്യൽ ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതിനെയാണ് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ കസ്റ്റമർ ടെസ്റ്റ് ദ ആപ്ലിക്കേഷൻ അറ്റ് കസ്റ്റമർ സൈഡ് ഇറ്റ് സെൽഫ് വിതൗട്ട് ദ പ്രസൻസ് ഓഫ് ടെസ്റ്റ്. അപ്പോൾ അതിനെയാണ് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ബീറ്റ ടെസ്റ്റിങ്ങിൽ എന്തെങ്കിലും ഒരു ഫെയിലർ, ഇതുപോലുള്ള തെറ്റുകൾ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഡീൽ ചെയ്യുന്ന കോസ്റ്റാണ് എന്ത്, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. സോ അതിലാണ് നമ്മുടെ റിട്ടേൺ, ഷിപ്മെൻറ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ ഈ കംപ്ലയിൻസിൻ്റെ എന്താണ് നമ്മുടെ കോമ്പൻസേഷൻസ്, വാറണ്ടി, റിപ്പയർസ്, റീപ്ലേസ്മെൻറ്റ്, പിന്നെ എന്താണ് എന്തെങ്കിലും ഗവൺമെൻറ് റൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പെറ്റി അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ കോസ്റ്റ്, അതൊക്കെ എന്താണ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റും ആൽഫ ബീറ്റ ടെസ്റ്റിംഗ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആൽഫ ടെസ്റ്റിങ്ങിൽ വരുന്നതാണ് എന്ത്, ആൽഫ ടെസ്റ്റിങ്ങിൽ വരുന്ന ഫെയിലേഴ്സിനെ ഡീൽ ചെയ്യുന്ന കോസ്റ്റാണ് എന്ത്, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ബീറ്റ ടെസ്റ്റിങ്ങിൽ വരുന്ന ഫെയിലേഴ്സിനെ ഡീൽ ചെയ്യുന്ന കോസ്റ്റാണ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. സോ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്, ഇതിനെ ഒന്നിച്ച് എല്ലാത്തിനെയും ഒരുമിച്ചിട്ട് പറയുന്നതാണ് ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രിവെൻഷൻ കോസ്റ്റ്, അപ്രൈസൽ കോസ്റ്റ്, ഫെയിലിയർ കോസ്റ്റ്, ഇത് മൂന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് ക്വാളിറ്റി കോസ്റ്റ്. കാരണം പ്രിവെൻഷൻ കോസ്റ്റ് ആയാലും അപ്രൈസൽ കോസ്റ്റ് ആയാലും ഫെയിലിയർ കോസ്റ്റ് ആയാലും അവിടെയൊക്കെ എന്താണ്, ക്വാളിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ കോസ്റ്റിൻ്റെയും അപ്രൈസൽ കോസ്റ്റിൻ്റെയും ഫെയിലിയർ കോസ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷനെന്ന് പറയും. ഇനി ക്വാളിറ്റി കോസ്റ്റ് അല്ലെ, കോസ്റ്റ് ഓഫ് ക്വാളിറ്റിയും റൈറ്റ് ദ ഫസ്റ്റ് ടൈം കോസ്റ്റും കൂടി ചേരുന്നതാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഓവറോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നൊരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ദ ഫസ്റ്റ് ടൈം കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. റൈറ്റ് ദ ഫസ്റ്റ് ടൈം കോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം, അതായത് തുടക്ക സമയത്ത് വരുന്ന എക്സ്പെൻസാണ്. ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് തുടക്ക സമയത്ത് വരുന്ന കോസ്റ്റാണ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എക്സ്പെൻസാണ് എന്ത്, ക്വാളിറ്റി കോസ്റ്റിലെ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് ഓഫ് ക്വാളിറ്റീൻ്റെയും റൈറ്റ് ദ ഫസ്റ്റ് ടൈം ക്വാളിറ്റീൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ് എന്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പം ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് പറഞ്ഞു. അപ്പോൾ ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതും എന്താണ്, ടെസ്റ്റിങ്ങിൽ ഇപ്പോൾ വെരിഫിക്കേഷൻ, വാലിഡേഷൻ എന്ന് പറയുന്നത് പോലെ ഒരു ഫേസ് തന്നെയാണല്ലേ, ഒരു ഫൈനൽ ലെവൽ ടെസ്റ്റിംഗ് ആണ് ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് പറഞ്ഞത്. ഇപ്പോൾ ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റിൽ നടക്കുന്ന ഒരു ഫൈനൽ ടെസ്റ്റിംഗ് ആണ് എന്ത്, ആൽഫ ടെസ്റ്റിംഗ്. കസ്റ്റമർ എൻവിറോൺമെൻറ്റിൽ നടക്കുന്ന ഇനീഷ്യൽ ലെവൽ ഓഫ് ടെസ്റ്റിംഗ് ആണ് എന്ത്, ബീറ്റ ടെസ്റ്റിംഗ്.
ഓക്കെ, അപ്പോൾ ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? മേ ബി, അതായത് ക്യാൻ ബി പെർഫോംഡ് ബൈ ദ ടെസ്റ്റേഴ്സ്. ആ ഒരു ഇപ്പോൾ ഏത് ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റിലാണോ ടെസ്റ്റിംഗ് ചെയ്യുന്നത്, ആ ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റിലുള്ള ടെസ്റ്റേഴ്സ് തന്നെ ആയിരിക്കാം ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു ഇപ്പം കസ്റ്റമറിൽ നിന്ന് വരുന്ന ഒരു യൂസർ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും അത് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ക്യാൻ ബി എന്താണ് ഇൻക്ലൂഡഡ് ആ ടെസ്റ്റ്, ഒരു വിത്തൗട്ട് ടെസ്റ്റ് ആ ഒരു പ്രോസസ്സ് നടക്കും. ഓക്കെ, പിന്നെന്താണ് അവിടെ മെയിനായിട്ട് അവിടെ നടക്കുന്നത് ഒരു ഒരു ലാബ് എൻവിറോൺമെൻറ്റിൽ നടക്കുന്ന പോലുള്ളൊരു ടെസ്റ്റിങ്. കാരണം ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം സജ്ജീകരണങ്ങളും ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യേണ്ട കോമ്പാറ്റബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. സോ ആ ഒരു എൻവിറോൺമെൻറ്റിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഡീറ്റെയിൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കേണ്ടതായത് കൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യും. ഇൻറ്റേർണലി, അതിൻ്റെ എക്സ്റ്റേർണലി എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലോങ്ങർ എക്സിക്യൂഷൻ സൈക്കിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആൽഫ ടെസ്റ്റിങ് കഴിഞ്ഞാൽ അതിലൊരു ഇഷ്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി തന്നെ പരിഹരിക്കുന്നുണ്ട് അല്ലേ? കാരണം എന്താണ്, നമുക്കത് ഇനി നാളെ എന്നൊരു ദിവസം ആണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യേണ്ടതെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡിഫക്ട്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. സോ അത് ഇമ്മീഡിയറ്റ്ലി തന്നെ അത് ഫിക്സ് ചെയ്യണം. കാരണം കസ്റ്റമറിലേക്ക് എത്തിയിട്ടില്ല ഈ പ്രോബ്ലം. സോ കസ്റ്റമറിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇത് പരിഹരിക്കണം. ഓക്കെ, ഇനി എന്താണ് അതിൽ നടക്കുന്നത്, അതായത് ആൽഫ ടെസ്റ്റിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. സോ എന്താണ് ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും ഒക്കെ ടെസ്റ്റ് ചെയ്യും. സോ അവിടെയാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഒക്കെ വരുന്നത്. വൈറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലിയും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബ്ലാക്ക് ബോക്സ് എന്ന ഇൻറ്റേർണൽ ചെക്കിംഗ് അല്ല, ഔട്ട്സൈഡ് എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്, അതിൻ്റെ ഒരു എക്സ്റ്റേർണൽ ബിഹേവിയർ ഒന്ന് നോക്കുന്നതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും വരുന്ന സെഷൻസിൽ. പിന്നെന്താണ് മോസ്റ്റ്ലി ഈ ക്രിട്ടിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്, ക്രിട്ടിക്കൽ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നതും ആൽഫ ടെസ്റ്റിങ്ങിലായിരിക്കും, ഭയങ്കര സെൻസിറ്റീവായിട്ട്. അപ്പോൾ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും നടക്കുന്നത്? സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആൽഫ ടെസ്റ്റിംഗ് നടക്കുന്നില്ല. അതായത് എക്സ്റ്റേർണലി വരുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്താണ് കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആണല്ലേ. അതായത് കസ്റ്റമർ ഉണ്ടെങ്കിൽ മാത്രമേ, കസ്റ്റമർ പ്രോപ്പർലി അവരുടെ എൻവിറോൺമെൻറ്റ് വെച്ചിട്ട് മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റൂ. സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ആയിക്കോട്ടെ, റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ യൂസർ റിലയബിൾ ചെയ്ത് പോകണം, അതായത് നിലനിന്ന് പോകണം ആ ഒരു സിസ്റ്റം അല്ലേ. ഏത് എൻവിറോൺമെൻറ്റിലായാലും അതെന്ത് ചെയ്യണം, നിലനിന്ന് പോകണം, എന്ത് ടെക്നോളജി ആയാലും. ഇപ്പം യൂസറിൻ്റെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റ് പോലെ ആയിരിക്കത്തില്ല, മേ ബി എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവും. സോ അതിനനുസരിച്ചിട്ട് അത് റിലയബിളായിട്ട് പോകുന്നുണ്ടോ, അല്ലെ കോമ്പാറ്റബിളായിട്ട് പോകുന്നുണ്ടോ, പിന്നെ എന്താണ് കസ്റ്റമറിന് യൂസർ ഫ്രണ്ട്ലി ആണോ, യൂസബിലിറ്റി ടെസ്റ്റിംഗ്. സോ ഇങ്ങനെയുള്ള കസ്റ്റമർ ഡീൽ ചെയ്യുന്ന ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് എവിടെയായിരിക്കും? ബീറ്റ ടെസ്റ്റിങ്ങിലായിരിക്കും. ആൽഫ ടെസ്റ്റിംഗ് അങ്ങനത്തെ നടക്കുന്നില്ല. അവിടെ ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. കസ്റ്റമർ തന്നിട്ടുള്ള മെയിൻ റിക്വയർമെൻറ്റ്സ് മാത്രമായിരിക്കും നോക്കുന്നത്. വേറെ വരുന്ന കസ്റ്റമറിൻ്റെ കറണ്ട് എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്നോ എന്ന് നോക്കാൻ ആൽഫ ടെസ്റ്റിങ്ങിൽ പറ്റത്തില്ല. അത് കസ്റ്റമർക്ക് കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ അതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ബീറ്റ ടെസ്റ്റിങ്ങിൽ. സോ ഇതൊക്കെ കഴിഞ്ഞ് ആൽഫ ടെസ്റ്റിംഗ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞ് പ്രോഡക്റ്റ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റ് ആൻഡ് വിൽ ബി ഡിപ്ലോയ്ഡ് ടു ദ കസ്റ്റമർ. സോ കസ്റ്റമറിൻ്റെ എൻവിറോൺമെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇനീഷ്യൽ ലെവൽ ഓഫ് ടെസ്റ്റിംഗ് നടത്തും. അതാണ് ബീറ്റ ടെസ്റ്റിംഗ്. ഓക്കെ, ഇനി ബീറ്റ ടെസ്റ്റിങ്ങിൽ എന്ത് നടക്കുന്നുണ്ട്? അവിടെ എന്താണ് കസ്റ്റമറിൻ്റെ പ്രസൻസിൽ, അതായത് കസ്റ്റമറിൻ്റെ എൻവിറോൺമെൻറ്റിൽ ഡിഫറെൻ്റ് എൻവിറോൺമെൻറ്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്ത് എൻവിറോൺമെൻറ്റിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാവാം എൻവിറോൺമെൻറ്റിന്, അതിൽ യൂസ് ചെയ്യുന്ന ടൂൾസിന്. അപ്പോൾ എന്താണ് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് അവിടെ വർക്ക് ചെയ്യുക. സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എളുപ്പം കണ്ടെത്താൻ പറ്റും. സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എളുപ്പം നമുക്ക് കസ്റ്റമറിന് കണ്ടെത്താൻ പറ്റും. സോ അതുപോലുള്ള ഇഷ്യൂസ് ബീറ്റ ടെസ്റ്റിങ്ങിലായിരിക്കും കിട്ടുക. അപ്പോൾ അവിടെയാണ് സെക്യൂരിറ്റി, റിലയബിലിറ്റി, യൂസബിലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ ബീറ്റ ടെസ്റ്റിങ്ങിലാണ് അധികമായിട്ട് നടക്കുന്നത്.
സോ ഇൻറ്റേർണലി ചെക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ എക്സ്റ്റേണൽ ബിഹേവിയറാണ് ചെക്ക് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ചെക്ക് ചെയ്യാൻ അറിയത്തില്ല. കാരണം എന്താണ്? കസ്റ്റമറാണ്. ഡെവലപ്പിംഗ് കാര്യങ്ങളൊന്നും കസ്റ്റമർക്ക് അത്രയും അറിയത്തില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ വന്നിട്ടുള്ളതെന്നൊന്നും അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് അവിടെ അധികം നടക്കുന്നില്ല ബീറ്റ ടെസ്റ്റിങ്ങിൽ. അവിടെ എന്തായിരിക്കും? ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആയിരിക്കും. എക്സ്റ്റേണൽ ബിഹേവിയറാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ് പറഞ്ഞു, അതായത് ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് വ്യത്യസ്തമായിട്ടുള്ള എൻവിറോൺമെൻ്റ് ആണ്. സോ എന്താണ്, ആ ഒരു ലാബ് എൻവിറോൺമെൻറ്റ് വന്നിട്ട് ഡെവലപ്പിംഗ് എൻവിറോൺമെൻ്റ് അല്ല, അവിടെ റിയൽ ടൈം എൻവിറോൺമെൻറ്റ്, റിയൽ വേൾഡ് എൻവിറോൺമെൻ്റ് ആണ്. മൾട്ടിപ്പിൾ യൂസർ പെർസ്പെക്റ്റീവിലായിരിക്കും ആ പ്രോഡക്റ്റ് ചെക്ക് ചെയ്യുന്നത്, ബീറ്റ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. സോ കൂടുതൽ എന്താണ് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസും സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ അവിടെ വരാം. സോ അതൊക്കെ കണ്ടെത്തുന്നത് എവിടെയാണ്? ബീറ്റ ടെസ്റ്റിങ്ങിൽ. ഇനി അഥവാ ഒരു ബീറ്റ ടെസ്റ്റിംഗ് ഇതുപോലുള്ളൊരു ഇഷ്യൂ കണ്ടെത്തി എന്ന് തന്നെ വിചാരിക്കുക. കണ്ടെത്തി കഴിഞ്ഞാൽ എന്താവും? അത് ആ ഒരു ഇഷ്യൂ അപ്പം തന്നെ പരിഹരിക്കും, ആൽഫ ടെസ്റ്റിംഗ് ചെയ്യുന്ന പോലെ. അതായത് ആൽഫ ടെസ്റ്റിങ്ങിൽ ആ ഒരു ഇഷ്യൂ കണ്ടെത്തി കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ഫിക്സ് ചെയ്യുന്നുണ്ട്. കാരണം അത് കസ്റ്റമർക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടതായതുകൊണ്ട്. ബട്ട് ബീറ്റ ടെസ്റ്റിംഗ് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നില്ല, ആ ഒരു നിമിഷം തന്നെ ഇമീഡിയറ്റ്ലി ഫിക്സിങ് നടക്കുന്നില്ല. കാരണം എന്താണ്? അവിടെ എക്സിക്യൂഷൻ ബീറ്റ ടെസ്റ്റിംഗ് നടക്കുന്നത് തന്നെ കുറച്ച് ഫ്യൂ വീക്സിൻ്റെ ഇടവേളയിലായിരിക്കും. അത്രയും ആൽഫ ടെസ്റ്റിംഗ് അപേക്ഷിച്ച് വലിയ ഒരു എക്സിക്യൂഷൻ സൈക്കിളൊന്നും എടുക്കുന്നില്ലെങ്കിലും ചെറിയൊരു സൈക്കിളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ വന്നത് നമ്മുടെ ഡെവലപ്പിംഗ് എൻവിറോൺമെൻറ്റിലേക്ക് അറിയിക്കണം, ഇന്ന ഇഷ്യൂ വന്നിട്ടുണ്ട്, നിങ്ങളുടെ പ്രോഡക്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂ വന്നു എന്നൊരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യണം. അപ്പോൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും, ഇത് തിരിച്ചു വാങ്ങും ഡെവലപ്പേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിലുള്ള പ്രോബ്ലം നമ്മൾ കണ്ടെത്തണം, അല്ലേ? എന്നിട്ട് അതിനെ ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഇതെന്ത് ചെയ്യണം? പുതിയൊരു പ്രോഡക്റ്റായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വേർഷനായിട്ടായിരിക്കും ഇത് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതൊരു ഫ്യൂച്ചർ വേർഷനിലേക്ക് മാറ്റിയിട്ടായിരിക്കും ഒരു പ്രോഡക്റ്റായിട്ടോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ തന്നെ ഒരു വേരിയേഷനായിട്ടോ ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ഫിക്സിങ് അല്ല. ആൽഫ ടെസ്റ്റിംഗ് പോലെ ഇമ്മീഡിയറ്റ് ഫിക്സിങ് അല്ല ബീറ്റ ടെസ്റ്റിംഗ് നടക്കുന്നത്. അതൊരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് പിന്നെ കസ്റ്റമറിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ്. പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് പഠിച്ചത്? ക്വാളിറ്റി കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്. ക്വാളിറ്റി കോസ്റ്റ് അല്ല, പ്രൊഡക്ഷൻ കോസ്റ്റ്. ആ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്നതാണ് RTFും കോസ്റ്റ് ഓഫ് ക്വാളിറ്റിയും. പിന്നെ പ്രിവെൻഷൻ കോസ്റ്റ്, അപ്രൈസൽ, ഫെയിലിയർ കോസ്റ്റ്. ഫെയിലിയർ കോസ്റ്റിൽ വരുന്ന ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആൽഫ ടെസ്റ്റിങ്ങിൽ വരുന്ന ഈ ഇഷ്യൂസിന് ഇമ്മീഡിയറ്റ് ഫിക്സിങ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇമ്മീഡിയറ്റ് ഫിക്സിങ് ചെയ്യുന്ന സമയത്ത് പോസിബിളായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസിനെയൊക്കെ ആണ് ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റിൽ പറയുന്നത്. ഇനി ബീറ്റ ടെസ്റ്റിങ്ങിലും ഇഷ്യൂസ്, കസ്റ്റമർ ഇഷ്യൂസ് കണ്ടെത്തും, അല്ലേ? അപ്പോൾ ആ ഒരു ഇഷ്യൂസിനെ ഡീൽ ചെയ്യുന്ന കോസ്റ്റാണ് എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ടേംസും ടെർമിനോളജീസൊക്കെ പഠിച്ചിട്ടുണ്ട്. അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റിങ്ങിൽ ഇതുപോലുള്ള ടെർമിനോളജീസും കൺസെപ്റ്റ്സൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ്. ഒരു കമ്പനി എൻവിറോൺമെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ടേംസൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ആയിരിക്കരുത്. നമുക്കത് ഫെമിലർ ആയിരിക്കണം. നമ്മളിപ്പം ഒരു കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കോർപ്പറേറ്റ് ലാംഗ്വേജ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അവരുടെ ഇതുപോലുള്ള ടേംസ് ആയിരിക്കും നമുക്ക് പറയുന്നത്. ആൽഫ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യണം, ബീറ്റ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യണം. സോ ആൽഫ ടെസ്റ്റിംഗ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ വി ക്യാൻ ഈസിലി എക്സിക്യൂട്ട് ദാറ്റ് ടാസ്ക്, അല്ലേ?
അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റിങ്ങിൽ കുറേ അറിഞ്ഞിരിക്കേണ്ട കുറേ ടെർമിനോളജീസും കൺസെപ്റ്റ്സും ഉണ്ട്. അപ്പോൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇതുപോലുള്ള കൺസെപ്റ്റ്സാണ്. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസും വരുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മളൊരു ആക്ടിവിറ്റി ആയിട്ട് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട് അല്ല. ഇനി അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് വൈഡണപ്പായിട്ട് പോവും നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടുതൽ കൺസെപ്റ്റ്സും ടേംസും അസൈൻമെൻറ്റ്സും ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു സെഷനിൽ മീറ്റ് ചെയ്യാം.